This news is brought to you by Z-Mobile, അമ്പലം റോഡ്, ചെറുപുഴ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് ഓഗസ്റ്റ് 1 ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF മാർച്ച് നടത്തും. LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാന സർക്കാർ ഫണ്ട് വൻതോതിൽ വെട്ടിക്കുറച്ചത് സാധാരണക്കാരായ ജനങ്ങൾക്കായുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങൾ പഞ്ചായത്ത് ബോർഡിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് ചർച്ച ചെയ്യാൻ ഭരണസമിതി തയ്യാറായില്ലെന്നും മറ്റംഗങ്ങൾ പ്രമേയത്തെ എതിർത്തെന്നും ആരോപിച്ച് LDF അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ LDF നേതാക്കളായ KM ഷാജി, KR ചന്ദ്രകാന്ത്, ഡെന്നി കാവാലം, പഞ്ചായത്ത് അംഗങ്ങളായ PJ ജോസ്, PV വിജയൻ, സീമ മുകുന്ദൻ, മഞ്ജു വിനോദ്, ശ്രുതി രാജേഷ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തെമ്പാടും വലിയ കുറവാണുണ്ടായിരുന്നത്. ചെറുപുഴ പഞ്ചായത്തിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുതുക്കിയ ബഡ്ജറ്റിനെ അടിസ്ഥാനപ്പെടുത്തുന്ന വലിയ കുറവ് ബാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനകീയ ആസൂത്രണ പ്രസ്ഥാനം തുടങ്ങിയ അന്ന് മുതൽ ഓരോ വർഷവും പദ്ധതി വിഹിതം സംസ്ഥാന ഗവൺമെൻറ് 10% അധിക വിഹിതം വെച്ചിട്ടാണ് ഓരോ വർഷം പദ്ധതി ഉണ്ടാക്കുന്നത്. അടുത്ത വർഷത്തേക്കുള്ള പദ്ധതി എത്ര എന്ന് യഥാർത്ഥത്തിൽ ഈ വർഷത്തിലെ പദ്ധതി വിഹിതം പ്ലസ് 10% കൂട്ടി പദ്ധതി ഉണ്ടാക്കാനാണ് സർക്കാരുകൾ സാധാരണ നിർദ്ദേശിക്കുക. EPC അംഗീകാരം നേടിയ പദ്ധതികളെല്ലാം ഈ പുതിയ വർഷം ചെറുപുഴ പഞ്ചായത്തിൽ ഈ പദ്ധതിയുടെ ഈ പണത്തിൻ്റെ അളവിൽ നിന്ന് നടപ്പാക്കാൻ കഴിയില്ല എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ജനറൽ ഫണ്ടിൻ്റെ കുറവുണ്ട്, SCPയും കുറവുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് അനുവദിക്കപ്പെട്ടതിൻ്റെ കുറവ് ഒരു ഭാഗം. മറ്റൊന്ന്, സർക്കാർ സാധാരണഗതിയിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയത്ത് മൂന്നാം ഗഡു ഫണ്ട് കൊടുക്കാൻ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് സാധ്യമായില്ല. സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മീഷനോട് ഗവൺമെൻറ് അനുമതി ചോദിച്ചിട്ടും ആ അനുമതിക്കും ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചില്ല. അതുകൊണ്ട് മൂന്നാം ഗഡു അവസാന ഗഡു പൈസ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അവസാന ഗഡു പൈസ ഇപ്പോൾ പുതിയ ഗവൺമെൻറ് അധികാരമേറ്റതിന് ശേഷം മാസങ്ങളായി ഒരു പൈസയും ഇതുവരെ അനുവദിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഈ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ട് 4 മാസക്കാലമായി. കേരളത്തിൽ കഴിഞ്ഞ വർഷമെല്ലാം നോക്കിയാൽ 4 മാസക്കാലമാകുമ്പോഴേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതത്തിൻ്റെ നല്ലൊരു പങ്ക് ഗവൺമെൻറ് കൈമാറും. കഴിഞ്ഞ വർഷം മൊത്തം 3000 കോടി രൂപയെങ്കിലും കേരളത്തിൽ പദ്ധതി വിഹിതമായി സംസ്ഥാന ഗവൺമെൻറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുകയും, പക്ഷേ ഈ വർഷം അതുണ്ടായില്ല. ഈ കഴിഞ്ഞ വർഷത്തെ പൈസ ചെറുപുഴ പഞ്ചായത്തിൽ ഏതാണ്ട് 1,65,00,000 രൂപയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളുകൾക്ക് പണം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. PMAYയുടെ വിഹിതം കൊടുക്കാറുണ്ട്, അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. വീട് മെയിൻ്റനൻസ് കഴിഞ്ഞ പ്രാവശ്യം വീട് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ചെറുപുഴ പഞ്ചായത്തിലെ 100 വീടിനാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വീട് മെയിൻ്റനൻസ് അനുവദിച്ചു. അതിൽ കുറേ ആളുകൾക്ക് ആ പണം കിട്ടാറുണ്ട്. ആ പണം രണ്ടാം ഗഡു, ആദ്യം സാധാരണ 50,000 രൂപ കൊടുക്കുന്നത്, രണ്ടാം ഗഡു 50,000 രൂപ, അങ്ങനെ രണ്ടാം ഗഡു കൊടുക്കാറുണ്ട്. റോഡ് പ്രവൃത്തി, കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ പൂർത്തീകരിച്ചതിൻ്റെ പണം ഏതാണ്ട് അതുൾപ്പെടെ 1,65,00,000 രൂപ സ്പില്ലോവറായിട്ട് വരും എന്നാണ്. അവിടെ ആസൂത്രണ സമിതിയുടെ യോഗത്തിൽ നമ്മൾ കൂടിയുണ്ടല്ലോ. ആസൂത്രണ സമിതിയുടെ യോഗത്തിൽ സെക്രട്ടറി പറഞ്ഞൊരു കണക്ക് 1,65,00,000 രൂപ എന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കണം എന്ന ആവശ്യമാണ് ഞങ്ങൾ LDF മുന്നോട്ട് വെക്കുന്നത്. ഗ്രാമസഭകളൊക്കെ ഇപ്പോൾ പൂർത്തീകരിച്ച് പ്രൊജക്റ്റിൻ്റെ അംഗീകാരം കിട്ടുന്നതനുസരിച്ച് ഗ്രാമസഭകളൊക്കെ പൂർത്തീകരിച്ച് ചെറുപുഴ പഞ്ചായത്തിലാണെങ്കിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ വർഷമാണല്ലോ എന്നുള്ള നിലയ്ക്ക്
നന്നായിട്ട് പദ്ധതി ഒക്കെ ചിലവഴിക്കും, നന്നായിട്ട് ആനുകൂല്യം ലഭിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കേരള ചെറുപുഴ പഞ്ചായത്തിലെ ഗ്രാമസഭാവാസികൾ നന്നായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഒരു വാർഡിൽ ഒരു 900 അപേക്ഷ മുതൽ 1300 അപേക്ഷ വരെയൊക്കെ കിട്ടിയ വാർഡുകളുണ്ട് എന്നാണ് പഞ്ചായത്ത് അംഗങ്ങളോടെല്ലാം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നല്ല അപേക്ഷ ലഭ്യമാണ്. ഈ അപേക്ഷയെല്ലാം കൊടുത്ത ആളുകൾ അവരെല്ലാം നിരാശപ്പെടുത്തുന്ന സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ചെറുപുഴ പഞ്ചായത്തും അതിൻ്റെ ഭാഗമായിട്ട് അത്തരം നിലപാടിലേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ആണ് നിർവഹിക്കപ്പെടുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. LDFിൻ്റെ അംഗങ്ങൾക്ക് ഫണ്ട് വെട്ടിക്കുറച്ച് പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പ്രമേയം അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ആ പ്രമേയത്തെ ചെറുപുഴ പഞ്ചായത്തിലെ മെമ്പർമാരെല്ലാം പിന്താങ്ങുന്നതാണ്. കാരണം ഫണ്ട് അനുവദിക്കപ്പെട്ട ഫണ്ട് വെട്ടിക്കുറച്ചു. അത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം അവിടെയുള്ള LDFിൻ്റെ 6 മെമ്പർമാരാണുള്ളത്. ബാക്കി വരുന്ന 14 മെമ്പർമാർക്കൂടെ ഗുണം കിട്ടുന്ന കാര്യമാണ് LDFിൻ്റെ മെമ്പർമാർ പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ പ്രമേയത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് അധികാരികൾ നിർവഹിക്കപ്പെട്ടത്. അപ്പോൾ നാട്ടിലെ ആളുകളൊക്കെ അപേക്ഷയൊക്കെ മേടിച്ച് വഞ്ചിക്കുന്ന സമീപനമാണ് UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച നടപടി തീർച്ചയായും പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെ നല്ല തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ശ്രീ KM ഷാജി സൂചിപ്പിച്ചതുപോലെ പുതിയ പഞ്ചായത്ത് ഭരണസമിതിയും പുതിയ സംസ്ഥാന ഗവൺമെൻറ്റും വന്നപ്പോൾ കൂടുതൽ ആനുകൂല്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാവാം കഴിഞ്ഞ ഗ്രാമസഭകളിലൊക്കെ നല്ല തോതിലുള്ള അപേക്ഷകൾ എല്ലാ വാർഡിലും വന്നിട്ടുണ്ട്. തീർച്ചയായും അവരെയൊക്കെ നിരാശരാക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ബജറ്റിൽ പ്രഖ്യാപിച്ച തുകയിൽ ഞാൻ മനസ്സിലാക്കുന്ന 1500 കോടിയോളം രൂപയുടെ കുറവ് പൊതുവെ വരുന്നുണ്ട്. ആനുപാതികമായ കുറവ് നമ്മുടെ പഞ്ചായത്തിൽ വരുമ്പോൾ 1.25 കോടി 1.5 കോടിക്ക് അടുത്തുള്ള ഒരു കുറവ് നമ്മുടെ പഞ്ചായത്തിനുണ്ട്. തീർച്ചയായും അത് എല്ലാ മേഖലയും പശ്ചാത്തല മേഖലയും മറ്റ് കാർഷിക മേഖലയിലും ഒക്കെ ആനുകൂല്യം വെച്ച് അപേക്ഷ വെച്ച് ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് ആ കുറവ് വലിയ തോതിൽ വിമർശനങ്ങൾക്കും അതുപോലെ പഞ്ചായത്ത് മെമ്പർമാർക്ക് അവരുടെ വാർഡുകളിൽ സമാധാനം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് സർക്കാരിൻ്റെ നയം വളരെ കൃത്യമായി തന്നെ പത്രസമ്മേളനം വിളിച്ച് ജനങ്ങളോട് പറഞ്ഞതാണ്. സാധാരണക്കാരെ മറന്നുകൊണ്ടുള്ള ഒരു ബജറ്റാണ്, ഒരു നയമാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് അന്ന് തന്നെ LDF നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പം അങ്ങനെയൊന്നും ഉണ്ടായില്ല, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നൊക്കെയാണ് കോൺഗ്രസിൻ്റെ പ്രാദേശിക പ്രവർത്തകരൊക്കെ അതിനെ പ്രതിരോധിച്ചതെന്ന് കാണാൻ കഴിയും. അതിൻ്റെ ഒരു പ്രയാസം, ബുദ്ധിമുട്ട് ജനങ്ങൾ അറിയാൻ വേണ്ടി പോകുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഈ പഞ്ചായത്തിൻ്റെ വിഹിതം വെട്ടിക്കുറച്ചത്. ഇതിവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് LDF കരുതുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ കേരളത്തെ വലിയ പ്രയാസത്തിൽ കൊണ്ടുപോകുന്നു, ബുദ്ധിമുട്ട് കൊണ്ടുവരുന്നുവെന്ന്. പക്ഷെ അന്നും കോൺഗ്രസ് അതിനെ പിന്താങ്ങി ഞങ്ങൾക്ക് കുറവ് വരുത്തിയത്. 2026 ഫെബ്രുവരിയിലെ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നിന്നും 2026 ജൂൺ മാസം 18 ആയപ്പോൾ പുതിയ ബഡ്ജറ്റ് വരുമ്പോൾ 1554 കോടി രൂപയുടെ കുറവാണ് പദ്ധതിയിലുണ്ടായത്. അത് സ്വാഭാവികമായിട്ടും എല്ലാ പഞ്ചായത്തുകളെയും ബാധിക്കും. അപ്പോൾ അത് പാടില്ലെന്നും ആദ്യത്തെ ബഡ്ജറ്റ് അടിസ്ഥാനമാക്കിക്കൊണ്ട് മാർച്ച് മാസത്തിലാണ് നമ്മൾ പഞ്ചായത്തിലെ പദ്ധതി രൂപീകരിച്ചതെന്നും അതുകൊണ്ട് തന്നെ വെട്ടിക്കുറച്ച ഫണ്ട് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു പ്രമേയം കൊണ്ടുവന്നത്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന Z മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന Z മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.